എന്താ ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് വന്നത്. രാത്രി വന്നുകൊണ്ട് ഈ റിസോർട്ടിനെ ഒന്നും കാണിക്കാൻ പറ്റില്ല, ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മൾ വിചാരിച്ചു പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, പിന്നെ ചായ ഒന്ന് കുടിക്കാം. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് രണ്ടുപേർ വരുന്നുണ്ട്, അവരിതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ അടുത്ത റിസോർട്ടിൻ്റെ ബാൽക്കണി, കാണിച്ചു തരാം. അപ്പുറത്തൊക്കെ നല്ല ലേക്കിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി വ്യൂസ് ആണ് ഇവിടുന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് ബാൽക്കണി. നമുക്ക് ഈ ബാൽക്കണി കിട്ടി, താഴെ ഈ ബാൽക്കണി കിട്ടി. ജിതിൻ ഇങ്ങോട്ട് നോക്ക്, ഇതിനൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഇവിടെ ബാൽക്കണി നോക്കിയാൽ നല്ല അടിപൊളി കായലിന്റെ ദൃശ്യം. കായലല്ല, ഒരു അടിപൊളിയായിട്ട് കിടക്കുന്നത്. അതിനകത്ത് മൊത്തം നീല താമരയാണ് കേട്ടോ. നമുക്ക് അടിപൊളി കുറെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം എന്താണ്, നമുക്കൊക്കെ റെഡി ആവാം. ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ റെഡി ആവാനുണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്. ഇവരൊക്കെ റെഡി ആയിക്കൊണ്ട് പോയാൽ നമുക്ക് ഒത്തിരി താമസമായിരിക്കും. ഞങ്ങളാണ് പോയി ഭക്ഷണം വരെ കഴിച്ചിട്ട് വന്നത്. പോണ്ടേ? റെഡിയാവും, പോവാം. ഇതാണ് നമ്മുടെ ബാൽക്കണി ഇരിക്കുകയാണ്. സംഗീതം കാണാൻ വേണ്ടി പിന്നെ വെളുപ്പരാവിലെ വിളിച്ചിട്ട് വരാല്ലേ, എന്റെ ഛർദ്ദി കാണിച്ചു തരാന്ന്. പ്രതികാരം ചോദിക്കാനായിട്ട് അതന്നെ ബിഗ് ബോസ് ആണ്. ഇവരെ റൂം തന്നെ ഉണ്ട് വ്ലോഗ് എടുക്കാൻ. ശർമ്മ, നീ റൂമൊക്കെ എടുത്ത ശർമ്മ, ആ മാമ എന്ത് വൃത്തിയാക്കി തന്നത്. ഇൻട്രോ ചെയ്യുന്നത് ജപ്പനീസ് ആണ്. ചാനലിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഡ്രസ്സിലും മഞ്ഞുണ്ടായിരുന്നു അല്ലേ, അതൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. എല്ലാരും വീഡിയോ. അപ്പൊ നമ്മളിവിടുത്തെ റിസോർട്ട് ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. ഇവിടെ നമുക്ക് ഈ ബാൽക്കണി മൊത്തം തന്നു, മേളത്തെ ബാൽക്കണി തന്നു. ഇവിടെ ഒരു ഫ്ലോർ മൊത്തം നമുക്ക് തരികയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീഡമാണ് ഇവിടെ. നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. ഞങ്ങൾക്ക് 2 പ്രാവശ്യമൊക്കെ ഗ്രില്ല് അവർ തീയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ ഒട്ടും ഇതാക്കിയില്ല. നല്ല ഇതാണ് കോട്ടയത്തിന്റെ ഡീറ്റെയിൽസ്. ഇവിടുത്തെ നമുക്ക് ഈ ഫ്ലോർ മൊത്തം തരും. ഇതിനകത്ത് 3 ബെഡ്റൂമാണ്, അടിപൊളിയായിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിമിഷം സാറ്റിസ്ഫൈഡ് അല്ലേ? നല്ല റിസോർട്ടല്ലേ? ഇതിൽ ഞാൻ ബ്ലോഗ് ചേർക്കാണ്. ജപ്പനീസ് എല്ലാവരും ഹാപ്പി അല്ലേ? അടിച്ചു പൊളിച്ചില്ലേ നമ്മള്? ആരും ഒന്നും മിണ്ടുന്നില്ല. നീ ഇത്തിരി വന്ന് നില്ലടേ, എന്റെ ആളെയാ കുണ്ടി കാണിച്ചോണ്ടിരിക്കുക. ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ. ശരിയാണ്. ഒരു മിനിറ്റ് ഇത് സെറ്റ് ചെയ്യും ആദ്യം. ഫോക്കസ് ഒക്കെ ചെയ്തു. ഞാൻ 3000 തന്നില്ലേ? അങ്ങോട്ട് കൊടുക്കാനേ ഓക്കെ, അങ്ങോട്ട് കൊടുക്കാനോ? അതിന്റെ തെറ്റാ മതി. അല്ലല്ലോ, വെയിറ്റ് ചെയ്ത്. ഓക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ റോയൽ പാലസിൽ നിന്ന് ഇറങ്ങുവാണ്. അടിപൊളി റിസോർട്ടായിരുന്നു, നല്ല സഹകരണമൊക്കെ ആയിരുന്നു ഇവർക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ചോദിച്ചിട്ട് ആരുടെങ്കിലും ചോദിച്ചിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് ഇറങ്ങുന്ന കേട്ടോ. നല്ല സൂപ്പർ റിസോർട്ടായിരുന്നു, റോയൽ പാലസ് ആണ്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അടിച്ചു പൊളിച്ചാ? പിന്നെ എങ്ങനെയുണ്ട്? എന്തോ നനഞ്ഞ കോഴികളായിരിക്കും, അവർ ബഹളമെങ്കിലും ചാർലി ഷൂട്ട് ചെയ്ത സ്ഥലം ഞങ്ങൾക്ക് ഒരു കുട്ടി പറഞ്ഞു തന്നെ. ഞങ്ങൾ ആ വഴിയൊക്കെ അന്വേഷിച്ച് കുറച്ച് പാടുപെട്ട് ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചാർലി ഷൂട്ട് ചെയ്ത ആ വീഡിയോ. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല, നമുക്ക് ഇവിടെ വരെ വരാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിന്റെ എന്തോ മെയിൻ്റെനൻസോ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ ചേട്ടന്മാർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അകത്ത് കയറാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും അത് കാണാൻ പറ്റി, അടിപൊളിയായിട്ടുണ്ട്. സിനിമയിൽ കാണുന്ന അതേ കണക്ക് തന്നെ. ഇപ്പുറത്ത് കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. സ്ഥലം നൈസാണ്, പൊളി. ഞാൻ കുട്ടിലോട്ട് പറഞ്ഞു.
ആ പിന്നല്ലാതെ നിങ്ങളുടെ പയ്യന്മാരെ ഫോട്ടോ എടുത്തല്ലേ വീഡിയോ. ഇതാണ് റഫ് ഗൈസിലെ ആൾക്കാർ. ഇതിൽ 2 പേര് ഇനി വരാനുണ്ട്. ഇതേ ജിതി നടന്നു പോണം, അവ ഇതിലില്ലെന്ന് തോന്നുന്നു. എന്നെ എടുക്കല്ലേ നീ ഈ ഗോക്കളെ വെച്ചൊക്കെ പഠിക്കൊന്നും കിട്ടിയില്ല. ഇനി മറ്റേ സ്ഥലത്തോട്ട് തേയില ഫാക്ടറിയിലോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തേയില ഫാക്ടറിയിലോട്ട് പോവാം. തേയില ഫാക്ടറി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ റിസോർട്ടിൽ നോക്കിയപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാണ്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോവാം. അല്ല ചെറുമേ 3 കിലോമീറ്റർ നടന്നാൽ 3 കിലോമീറ്റർ അടുത്ത ഞങ്ങളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി ലൊക്കേഷൻ, ഒരു പാലവും വീടും. നമ്മൾ ഫേസ്ബുക്കിലും കുറേ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. അതുകൊണ്ടാണ് അത് ഞങ്ങളൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അന്ന് മുതലേ വിചാരിക്കും അത് കാണാമെന്ന്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീട് കണ്ടിട്ടുണ്ട്. അത് ആ കാണുന്നതാണ് വീട്. ഇവിടെ കടത്തി വിടുമെന്ന് അറിഞ്ഞൂടെ, ഇവിടെ ലോക്ക് ഇട്ടേക്കുവാണ്. ഏതെങ്കിലും മനുഷ്യജീവിയെ കണ്ടാൽ നമ്മൾ ചോദിക്കും. ആണോ? ഫോട്ടോഗ്രാഫി നിരോധിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം. പഴയ കാലത്തെ എങ്ങാണ്ട് ഒരു ട്രാക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രാക്ടർ അല്ലേ ആയിരിക്കണം. നമുക്ക് ആരും ഇല്ല ഇവിടെ ചോദിക്കാനും അറിയാനൊന്നും. അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഇത് കാണാനാണ് നമ്മൾ വന്നത്. ആഹാ, എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ? ആളില്ല ഇവിടെ, ആരൊന്നും ഇല്ലേ ഇവിടെ. ആളില്ല. വർക്കിംഗ് അല്ലേ ഇതിപ്പോ? ഇവിടുന്ന് ബോട്ട് റേസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോറി, ബോട്ട് റേസ് അല്ല, ബോട്ട് സർവീസ്. ഏതാ? അതെ, അതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. ഇതാ കാണുന്നത്. നമ്മൾ താമസിച്ച റിസോർട്ട് ഇത് ഈ നേരെ കാണുന്നില്ലേ? അതാ ഇപ്പഴത്തേക്ക് ആ ടാങ്ക് ഉണ്ട്, നീല ടാങ്ക് ഒരെണ്ണം. അവിടെ പോകാൻ പറ്റത്തില്ല, അടച്ചിട്ടിരിക്കുക. ഇവിടെ വരെ പോവാല്ലോ. അവിടെ വരെ പോയ പ്രശ്നമാവേ. അതോ ആൾക്കാരൊക്കെ ഫോണുണ്ടല്ലോ. ഇതോ അവിടെയൊക്കെ ആൾക്കാർ പോണ്ട്. ഒരു കൊച്ചിറക്കനൊക്കെ കാണും. നമുക്ക് അവിടെ പോയോടി അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മളിങ്ങനെ സംഘിച്ചിരിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് പോവാന്ന് ഇതാണ് സ്ഥലം. പോകാൻ പറ്റുന്നില്ല. ഇവിടെ എന്തൊക്കെയാ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. വെറുതെ നമ്മൾ അതിക്രമിച്ച് കിടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. കൂടെ എന്റെ ആളെ ആ മൈക്കിനെ എനിക്കറിയാം നീ ഇതിനൊക്കെ കട്ട് ചെയ്യുമെന്ന്. നീല താമര ഇഷ്ടം പോലെ ഉണ്ട്. താമരയാണോ? താമ്പലല്ലേ? അന്ന നീല ആമ്പൽ. അത് താമരയാണോ ആമ്പലാണോ അറിയത്തില്ല. അങ്ങനെ നമ്മളിവിടെ അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ. ഇതുവഴി കടന്ന് പോകാമെന്നാണ് ഇവിടെ ഒരു പയ്യൻ പറഞ്ഞത്. യെസ്, വി ആർ ഗോയിങ് ഫോർ ദ സീയിങ് ഓഫ് ദ ഹൗസ് ഓഫ് ദ ടുഡേ. അയ്യോ, പൊയ്ക്കോ. ഞാൻ സൂക്ഷിച്ചു വന്നില്ല, എൻ്റെ ക്യാമറ ഉള്ളത്. ഇളകുന്നുണ്ട് കല്ല്. ഈ കല്ല് ഇളകുന്നുണ്ട്. രണ്ടാമത്തെ ഞങ്ങൾ ആ വീട്ടിൽ പോകാൻ വേണ്ടി കാട്ടിൽ കൂടെ ഒക്കെ പോകണേ. ഈ കാട് വഴി പോകണം. ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ താമസമില്ല കിടപ്പുണ്ട്. ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോളി സീനായിരിക്കും അല്ലേ? ഇതുവഴിയാണോ പോകുന്നേ? പോവാ, എന്തായാലും പോവാ. ഇതൊക്കെ വെറുതെ അല്ലേ. ഇതൊക്കെ സൂക്ഷിവാ, കയ്യിൽ കൊള്ളർന്നു. ഭയങ്കര എന്താ പറ്റി? ആരാ വീണ?
ഇപ്പൊ ഇവിടെ വീഴുന്നു ഞാൻ. ഈ കല്ല് വെച്ചിട്ട് ഇനി വാ ആൾക്കാരെ പറ്റിച്ചാണോ ഇവിടുന്ന് വലിയ പരുന്നതാണ് പറന്നുപോയി. അപ്പോൾ ആ ശബ്ദം കണ്ട് എല്ലാവരും പേടിച്ച് ഓടിയതാണ് കണ്ടത്. ഇതാണ് നമ്മളൊരു യാത്രയ്ക്ക് പോയി കഴിയുമ്പോഴേ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ മുട്ടക്കുന്ന് കാണാൻ പോയി, മുട്ടക്കുന്ന് പോയി കണ്ടു ഇരുന്നിട്ട് വരുന്നതിൽ ഒരു രസമില്ല, അത് കാണാൻ പറ്റുന്നില്ല. അതല്ല യാത്ര. ഇങ്ങനെ കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം. അതിപ്പോൾ ആരെങ്കിലും വിളിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടി ഞങ്ങൾ വഴി പണിതറുണ്ട് ഇവിടെ. ഓരേ എടാ ഇപ്പോഴും നിൽക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം. ഇനി 3 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. എടാ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു ചായ കുടിച്ചേക്ക്. അവര് പറഞ്ഞ അന്ന് അവിടെ നിന്നാ ഫോട്ടോ എടുക്കാം. അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെളപ്രാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല കേട്ടോ മെയിൻ വഴി അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് പോവുകയാണ്. എന്തായാലും വന്നതല്ലേ, നമ്മളത് നേടിയെടുത്തിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അല്ലേ രമ്യേ? അതാ സാധാരണ മുട്ടക്കുന്നിലും പൈൻമരത്തിലൊക്കെയാണ് പോകുന്നത്. ഇന്ന് ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് എല്ലാരും പോണ അവിടെയല്ലേ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാലേ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ സ്ഥലം നന്നായിട്ട് കാണാം. അപ്പോഴേ വിചാരിക്കും ഒരു വരണമെന്ന്. അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വരാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ഉടമസ്ഥൻ വന്ന് ഇപ്പം കിട്ടും. എത്താറായി നമ്മള്. നടന്നങ്ങ് പോവാ അടുത്ത് എളുപ്പമുള്ള ആൾക്കാർക്ക്. കറണ്ട് കമ്പിയാണ്. രണ്ടിലൂടെ ഒരുമിച്ചോട്. അങ്ങനെ നമ്മള് അറ്റ്ലാസ്റ്റ് കുറച്ചു നേരം കടന്ന് അവസാനം നമ്മൾ ആ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. പാലോ കുടിഞ്ഞൂടെ. ഞങ്ങളങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഇതിന്റെ ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു ഇവിടെ കയറി ഇറങ്ങണമെന്ന്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. അതിനെന്ത് നമ്മൾ വന്ന് കണ്ടു. ഇനി പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റുന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ട് ഇതൊക്കെ നോക്കുന്ന ചേട്ടനാന്ന് തോന്നുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ കയറാൻ പാടില്ല, ഇപ്പോൾ ഒരു പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ കയറിയത്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാനാണ് പോയത്. ആരെയും കണ്ടില്ല. ടിക്കറ്റ് ഒക്കെ ഒന്നുമില്ല ഇവിടെ. ഇതൊക്കെ ആയിട്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി. പക്ഷേ ചേട്ടൻ പാവമായിരുന്നു കേട്ടോ. ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോന്ന് വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ കയറാൻ പാടില്ലായിരുന്നു, കയറിയത് തെറ്റാണ്. അപ്പോൾ നമ്മൾ മാപ്പ് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതായിരുന്നു ആ വീട് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്രയിൽ ഇതുവരെ എല്ലാം പെർഫെക്റ്റായിട്ട് നടന്നു. അങ്ങനെ വീട് കാണാൻ പറ്റി. ശരിക്കും ഞങ്ങൾ ഇത്തിരി നടക്കാനുള്ളതെന്ന് ഓർത്താണ് പോയത്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ അടുത്താണ്. പക്ഷെ നടന്ന് പോയപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും എടുത്തില്ല. തിരിച്ച് പാതി വരെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങി ആദ്യം തന്നെ കുടിക്കണം. പക്ഷേ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് പോവാം. സാധാരണ വർക്കിംഗ് ആണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തങ്ങ് പോയാൽ മതി. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തുവായിരുന്നു, റോപ്പ് വേയോ? ബോട്ടിംഗ് ഉണ്ട്, റോപ്പ് വേണ്ട, അങ്ങനെ പല പരിപാടികളുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്നുമില്ല, ഡിസംബർ മാസം ആകുമ്പോഴാണ് ഇതൊക്കെ ഉള്ളതെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ കാരണം അടച്ചിട്ടേക്കുന്നതായിരിക്കും. ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ വാഗമണിൽ. ക്ലൈമറ്റ് ഒക്കെ വളരെ അടിപൊളിയാണ്. ഇന്നലെ രാത്രിയൊക്കെ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ചെറിയായിട്ട് മഴ പെയ്തപ്പോൾ സൂപ്പറായിരുന്നു. നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. ക്ലൈമറ്റ് കിഡിലുമായിരുന്നു. ഓക്കെ, ആട് കുത്തുവേ. അത് മുട്ടനാടാണ്. ഇടിക്കുവേ. അയ്യോ ഇടിക്കും. നമ്മളൊന്ന് പേടിപ്പിച്ചു. വേഗം പോ, അവരുടെ കൂടെ പോ. അവരുടെ കൂടെ പോ. നീ വീട് പൊക്കോളൂടെ. നമ്മള് ഇങ്ങനെ ആ വീട് കാണാൻ പോയപ്പം അട്ട അടിച്ചു കേട്ടോ കാലില്. സൂപ്പർ. സംഗീത കാണിച്ചോ. എല്ലാരും കാലും അട്ട അടിച്ചു. പക്ഷെ എല്ലാരും കാലും കടിച്ചു. എല്ലാരും 3-4 പേരെ കടിച്ചു കേട്ടോ. എന്ത് പറ്റി ഗോയ്സ്? എന്ത് പറ്റി ഗോയ്സ്? എല്ലാവർക്കും രക്തം പൊടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? രക്തം
ഞങ്ങളങ്ങനെ പൈൻ ഫോറസ്റ്റിനകത്ത് കയറി കേട്ടോ. ഇതിൽ 1-2 പേര് ആദ്യമായിട്ടാണ് വരുന്നത്. പൈൻ ഫോറസ്റ്റിലെത്തി. പൈൻ ഫോറസ്റ്റ് പൊളിയാണ് സംഭവം, വേറെ ലെവലായി. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ഭയങ്കര രസമല്ലേ ഇവിടെ കാണാൻ. എനിക്കൊന്ന് കേരളത്തിൽ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ പൈൻ ഫോറസ്റ്റ് ആയിട്ട്. വേറെ സ്ഥലത്ത് വല്ലതും ഉണ്ടോ ഇത് കണക്ക്? വേറെ എവിടെ ഉണ്ടോ സംഗീത? നിനക്കറിയാമോ? ഉണ്ടെന്ന് തോന്നുന്നു. എവിടെ? സാധാരണ നമ്മൾ ഊട്ടി പോയാൽ ഉണ്ടല്ലോ, കൊടൈക്കനാലും ഉണ്ടല്ലേ? ആ കൊടൈക്കനാൽ, ശരി, രണ്ടിടത്തുണ്ട്. അതാ താഴോട്ട് നോക്കി. ആഹാ അടിപൊളി. ബ്ലാഗ് ചെയ്യണം. ചിപ്പു, നിന്റെ അവിടുത്തെ മരം ഉണങ്ങിയിരിക്കുകയാണ്, അതിൽ ഒരു ഇല പോലും ഇല്ല, അത് ഒടിഞ്ഞു വീഴും തലയിൽ കൂടെ.